ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വൈപ്പ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്ന് വിളിക്കാറുള്ള കൊല്ലം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തു നിന്നാണ് ഇന്ന് കൊല്ലത്തേക്കുള്ള യാത്ര. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇല്ലത്തു കയറാതെ കൊല്ലം കണ്ടു വന്നാലോ? കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കാണണോ? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം കാണണോ? ഇത് രണ്ടും കൊല്ലത്താണ്. എങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു തെക്കൻ ജില്ലയാണ് കൊല്ലം. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും 70 കിലോമീറ്റർ വടക്കുമാറി ജില്ലാ ആസ്ഥാനമായ കൊല്ലം നഗരം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് തമിഴ്നാടും വടക്ക് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളും തെക്ക് തിരുവനന്തപുരം ജില്ലയും കൊല്ലവുമായി അതിരുകൾ പങ്കിടുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ട്രെയിൻ യാത്ര ആരംഭിച്ച ഞങ്ങൾ ഇന്ന് കാലത്ത് കൊല്ലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ബസ്സിൽ ചവറ ടൈറ്റാനിയം സ്റ്റോപ്പിലേക്ക്. എട്ടു കൈവഴികളായി ഒഴുകുന്ന അഷ്ടമുടിക്കായലിൽ ചെറുതും വലുതുമായ അനേകം ദ്വീപുകൾ ചിതറിക്കിടക്കുന്നു. വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയങ്കരമാണ് കൊല്ലം. നഗരവാസികൾ ശാന്തമായ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി കടപ്പുറങ്ങളും ഇവിടെയുണ്ട്. ഇതിൽ പ്രമുഖം കൊല്ലം ബീച്ചാണ്. സസ്യപർവ്വതത്തിലേക്ക് പടർന്നു കിടക്കുന്ന ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് വിശാലമായ വനപ്രദേശം കാണാം. ശന്തരുണി, തെന്മല, പാലരുവി തുടങ്ങിയ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയുടെ സൗന്ദര്യമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ബസ് യാത്ര ഒരുപാട് നല്ല കാഴ്ചകളും സമ്മാനിച്ച് ചവറ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും മറ്റൊരു ബസ്സിൽ ടൈറ്റാനിയം സ്റ്റോപ്പിലേക്ക്. ഇതാണ് കൊല്ലം ജില്ലയിലെ ചവറയിലെ ടൈറ്റാനിയം കമ്പനി. ഈ കമ്പനി സന്ദർശനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിലെത്തിയത്. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിർമ്മാണ പ്ലാന്റാണ് KMML, കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. സമയത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പൊന്മന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ പരിസര വാർഡിലെ പൊന്മന ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ജനപ്രതിനിധി കൂടിയാണ്. അവിടുത്തെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ സമീപിക്കാറുണ്ട്. കണ്ണടച്ച് ഇരിക്കുന്നതല്ല, ഒന്നും ചെയ്യില്ല. പറയുന്നത് കേട്ടാൽ വാരി കോരി ഞങ്ങൾ കൊടുക്കുന്ന ഒന്നാണ്. എന്താ കൊടുക്കുന്നത് ഒന്ന് പറയട്ടെ, ഞാൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ ജനം അറിയട്ടെ. ഒന്നും നൽകുന്നില്ല.
ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, ഈ ധർണാ സമരത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പൊന്മന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഏറെ പ്രിയങ്കരിയായ ജയചിത്രയെ ബസ്സിറങ്ങി കമ്പനിക്ക് മുമ്പിലെത്തിയപ്പോഴാണ് കമ്പനിക്ക് മുമ്പിലെ സമരം കാണുന്നത്. കമ്പനി തൊഴിലാളികൾക്കോ സന്ദർശകർക്കോ കമ്പനിക്കകത്തേക്ക് കയറാനുള്ള അനുവാദം സമരക്കാർ നൽകുന്നില്ല. സമരം കഴിയുന്നത് വരെ അവിടെ നിൽക്കണ്ടല്ലോ. നേരെ ഹോട്ടലിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം. സമരം കഴിഞ്ഞു ടൈറ്റാനിയം കമ്പനിയിലും കയറി. ഇനി തിരിച്ചു പോരുകയാണ്. ഒരുപാട് ഫാക്ടറികളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. കയർ ഫാക്ടറിയും കശുവണ്ടി ഫാക്ടറികളും ധാരാളമുണ്ട് ഇവിടെ. അതുപോലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കൊല്ലം ജില്ല. നേരം 12 മണിയായി തുടങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ജുമാ നിസ്കരിക്കുകയും വേണം, ഭക്ഷണം കഴിക്കണം. പിന്നെ നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. നിസ്കാരവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഇനി നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം. ദക്ഷിണ റെയിൽവേ സോണിലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ NSG3 വിഭാഗത്തിലുള്ള ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം. ഇത് കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനും ട്രാക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനുകളൊന്നുമാണ് ഇത്. പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ട്രെയിനുകളുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമും കണ്ട് ഇനി തിരിച്ചു പോരുകയാണ്. ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് പ്രിയ സുഹൃത്തുക്കളായ റസാഖും സഹദുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ വെയിറ്റ്.